പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ 15-കാരിയെ കണ്ടെത്തി. ഗോവയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. ടി നന്ദഗോപാൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. നന്ദഗോപാൽ, എപ്പോഴാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്? ആരാണ് കണ്ടെത്തിയത്? അജി, പട്ടാമ്പി ചൂരക്കോട് സ്വദേശിനിയായ ഷഹാനയെ കഴിഞ്ഞ 30-ാം തീയതിയാണ് കാണാതാകുന്നത്. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോയ കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു. 5 ദിവസം പിന്നിട്ടിട്ടും കാണാതായതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്തി വീട്ടുകാർക്കൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ഇന്ന് വൈകിട്ടോട് കൂടിയാണ് ഗോവയിൽ നിന്നും ഈ കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നും, കേരളത്തിൽ നിന്നും വിനോദസഞ്ചാരികൾ ഗോവയിലേക്ക് പോയിരുന്നു. അവരാണ് ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞ് ഗോവ പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് ഇവർ ഈ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ഏതായാലും കുട്ടി വീട്ടിൽ അച്ഛനുമായി സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ കുട്ടിക്കൊപ്പം ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ളത് സൂചന ലഭിച്ചിരുന്നു. ഇതിന്റെ രേഖാചിത്രമൊക്കെ പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടിയെ കണ്ടെത്തുന്ന സമയത്ത് കുട്ടി ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും എന്തിനാണ് ഇങ്ങനെ ഗോവയിലേക്ക് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ഇനി കുട്ടിയെ തിരിച്ചെത്തിച്ച ശേഷം ചോദിച്ചറിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോഷ്യൽ മീഡിയയിൽ നിങ്ങളെല്ലാവരും കണ്ട ഒരു വാർത്തയായിരിക്കും ഇത്. കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തിയ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരുന്നു. കുട്ടിയുടെ പേര് ഷഹാന എന്നാണ്. പാലക്കാട് വല്ലപ്പുഴ എന്ന സ്ഥലത്തു നിന്നാണ് ഈ പെൺകുട്ടി ഒളിച്ചോടിയത് ഒരു പെൺകുട്ടിയാണ്. എന്ത് ധൈര്യത്തിലാണ് ഈ കുട്ടി ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്? ഈ കുട്ടി പോയ സ്ഥലമോ ഗോവയ്ക്കൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലമാണ്. ഈ 15 വയസ്സുള്ള പെൺകുട്ടി ഏതെങ്കിലും പെൺവാണിഭ സംഘത്തിലൊക്കെ പെട്ടു പോയാലുള്ള ഒരു അവസ്ഥ അത് ചിന്തിക്കാൻ കൂടെ സാധിക്കാത്ത ഒരു കാര്യമാണ്. ഇതുപോലുള്ള സ്ഥലത്തിൽ ഒക്കെ പോയി പെട്ട് തിരിച്ച് 6 ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ശരിക്കും ഒരു ഭാഗ്യവതി തന്നെയാണ്. പിന്നെ ഈ കുട്ടി പർദ്ദ ഇട്ടിരുന്നതിനാൽ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇത് കുട്ടിയാണോ പ്രായമായ ആരെങ്കിലും ആണോ എന്ന് പെട്ടെന്ന് മനസ്സിലാകില്ല. അതായിരിക്കും ഒരു പക്ഷേ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയ മുഖ്യ ഘടകം. ഇപ്പോഴത്തെ തലമുറ വളരെ മാറിപ്പോയി. അവരുടെ ചിന്തകളും ജീവിതശൈലിയും ഒക്കെ വളരെ വ്യത്യാസമാണ്. ഇതിന് ഒരു പരിധിവരെ മാതാപിതാക്കളും ഉത്തരവാദികളാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ മറയില്ലാതെ സ്നേഹിക്കണം. അവരുമായിട്ട് ഒരു അടുപ്പമൊക്കെ സ്ഥാപിച്ചാലേ അവരുടെ കാര്യങ്ങളൊക്കെ മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കുവാനായിട്ട് ധൈര്യപ്പെടുകയുള്ളൂ. പിന്നെ ഇന്നത്തെ കുട്ടികളുടെ സന്തത സഹചാരി തന്നെയാണ് ഈ മൊബൈൽ ഫോണ്. ഈ പെൺകുട്ടിയാണെങ്കിൽ ട്യൂഷന് പോയിട്ട് പറഞ്ഞത് ബന്ധുവീട്ടിൽ പുസ്തകം എടുക്കുവാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ പർദ്ദയൊക്കെ ഇട്ടു. പിന്നെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിട്ട് സ്ഥിരീകരിച്ചിരുന്നു. ഷൊർണൂർ മുതൽ തിരുവനന്തപുരം വരെ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. മാത്രവുമല്ല പോലീസ് CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടും പെൺകുട്ടിയെക്കുറിച്ചിട്ടുള്ള യാതൊരു വിവരവും കിട്ടിയിരുന്നില്ല. പിന്നീട് മലയാളികളായ വിനോദസഞ്ചാരികളാണ് കുട്ടിയെ കണ്ടെത്തിയത്. ഇതിനിടയിൽ കുട്ടിയുടെ കൂടെ യാത്ര ചെയ്തു എന്ന് പറയുന്ന യുവാവിൻ്റെ രേഖാചിത്രവും പട്ടാമ്പി പോലീസ് പുറത്തുവിട്ടിരുന്നു. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പരശുരാം എക്സ്പ്രസ്സിൽ കുട്ടി യാത്ര ചെയ്തതായി പോലീസിനും വിവരം ലഭിച്ചിരുന്നു. ഡിസംബർ 30 രാവിലെയാണ് ഈ 15 വയസ്സുകാരി ഷഹാന ഷെറിൻ കാണാതാകുന്നത്. നിലവിൽ ഗോവ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഈ പെൺകുട്ടി സ്കൂളിൽ എത്താത്ത വിവരം അധ്യാപകർ അറിയിച്ചതിന് അനുസരിച്ച് മാതാപിതാക്കൾ പോലീസിൽ അറിയിച്ചു. ഒരുപക്ഷെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായ ഒരു സംഭവത്തിൽ പെട്ടെന്ന് ഈ കുട്ടി വീട് വിട്ട് ഇറങ്ങിയതാകാം. എടുത്തുചാട്ടമാണ് ഇന്നത്തെ കുട്ടികളിൽ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത. ഏതാണ് എന്നും ആലോചിക്കാതെ എല്ലാ കാര്യങ്ങൾക്കും എടുത്തു ചാടുന്ന ഈ തലമുറ ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയേ ഉള്ളൂ. ഇത് പുതിയ തലമുറയ്ക്ക് വളരെ കൂടുതലാണ് ഈ ഒരു പെരുമാറ്റം. അവർക്ക് പ്രധാനമായും ഈ മൊബൈലിൽ കാണുന്ന ലോകമല്ലേ ഉള്ളൂ. പലർക്കും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമൊക്കെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടവരുടെ കൂടെയുള്ള ഒരു ഇറങ്ങിപ്പോകലും ഇവരൊക്കെ ചെയ്യുന്നുണ്ട്.
പിന്നെ രേഖാചിത്രത്തിൽ ഉള്ളതുപോലെ ഒരു ആൺതുണ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതില്ലാതെ ഗോവ പോലെയുള്ള സ്ഥലത്ത് ഈ പെൺകുട്ടി 6 ദിവസം ആഹാരം കഴിക്കാനും താമസിക്കാനും ഒക്കെ ഒറ്റയ്ക്കൊന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ അതിന് ആരുടെയെങ്കിലും സഹായം തീർച്ചയായിട്ടും കിട്ടാതെ വഴിയില്ല. അതില്ലാതെ ജീവിക്കാനും പറ്റില്ല. രക്ഷിതാക്കളുടെ അടുത്ത് നിന്നും പഠിക്കാനാണെന്ന് പറഞ്ഞ് അതിനാണ് ഇവരൊക്കെ ഫോൺ വാങ്ങുന്നത്. രക്ഷിതാക്കൾ പലതും അത് ശ്രദ്ധിക്കാറുമില്ല. പഴയ കാലത്ത് ഫോണില്ലാതെ പഠിച്ചിട്ടും ഒരുപാട് പേര് വലിയ സ്ഥാനത്ത് എത്തിയവരുണ്ട്. ഇതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ സാധാരണ കാണുന്നത് രക്ഷിതാക്കളുടെ ജാഗ്രതക്കുറവും അടുപ്പക്കുറവും തന്നെയാണ്. കാരണം അവർ കുട്ടികളുമായിട്ട് അടുത്ത് ബന്ധം സ്ഥാപിക്കുകയും അവരുടെ ഓരോരോ നീക്കങ്ങളുമൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാം. ഇനി ഭാവിയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്ന കൗൺസിലിംഗ് ക്ലാസ്സസ് കൂടി കുട്ടികൾക്കൊക്കെ ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന് തോന്നുന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെ പെൺകുട്ടികൾ വഴിതെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഒരെണ്ണത്തിനും എട്ടും പൊട്ടും തിരിയാത്ത അവസ്ഥയിലാണ്. ജീവിതം എന്താണെന്നും ഇവർക്ക് ഒരു എത്തും പിടിയുമില്ല. കണ്ടവൻ്റെ കൂടെയൊക്കെ ഒന്നും നോക്കാതെ ഇറങ്ങിത്തിരിക്കുമ്പോഴേക്കും അതിലത്തെ ചതിക്കുഴികളൊന്നും ഈ കുട്ടികൾ മനസ്സിലാക്കാറുമില്ല. പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രണയവും പിന്നെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാമല്ലോ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള പല അപകടങ്ങളിലും ഇവർ ചെന്ന് ചാടുന്നത്. അടുത്തിടെ ധാരാളം ഇങ്ങനത്തെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അത് സമൂഹത്തിൽ ഈ കുട്ടികളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. അത് ഉൾക്കൊണ്ടാൽ മാത്രമേ ഭാവിയിൽ ഇങ്ങനെ ഓരോരോ ചതിക്കുഴികളിൽ പോയി ചാടാതെ ഇവരുടെ ജീവിതം സുരക്ഷിതമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ നമ്മുടെ എറണാകുളത്തിനടുത്ത് ഒരു വെള്ളച്ചാട്ടത്തിൽ അവിടെ സന്ദർശിക്കാൻ പോയ സംഭവങ്ങളും പിന്നെ അവർ കാലുവഴുതി വീണ് മരണപ്പെട്ട കഥകളും ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ഓരോരോ ദിവസവും ഇങ്ങനെ ചുറ്റിലും നടന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ എന്ത് ധൈര്യത്തിലാണ് വീട്ടുകാരോട് ഒന്നും പറയാതെയും അറിയിക്കാതെയും വീടൊക്കെ വിട്ട് അവർ കാമുകന്മാരുടെ കൂടെ ഒളിച്ചോട്ടവും പിന്നെ ഓരോരോ സ്ഥലങ്ങളിൽ പോവുകയും ഇങ്ങനെ അവർ ജീവിക്കാം എന്ന് വിചാരിക്കുകയും എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ വീട് വിട്ട് പോകുന്നത്? ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ തന്നെ വീട് വിട്ട് ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യമൊന്നും ഇതുവരെയും അറിവായിട്ടില്ല. പിന്നെ ഇറങ്ങിപ്പോയപ്പോൾ പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തുദ്ദേശത്തിലാണ് ഇവർ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത്? ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നു ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴേക്കും. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്നും ഗോവയിലോട്ടൊക്കെ പോകണമെങ്കിൽ അതിനൊക്കെ എന്ത് ചിന്തിച്ചിട്ടാണ് ഇവർക്ക് പുറം ലോകത്തിനെ പറ്റി എന്ത് അറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോരോ സാഹസത്തിന് മുതിരുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. പരിചയക്കാരൊന്നുമില്ലാതെ ഗോവ പോലുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് പ്രായമുള്ളവർ പോലും ഭയപ്പെടും. അവിടെ ഒരുപാട് പ്രശ്നങ്ങളും അപകടങ്ങളും ഒക്കെ പതുങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്കാണ് ഈ പെൺകുട്ടി കാമുകനോടൊപ്പം പോയത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഭയാനകമായിട്ടുള്ള ഒരു അവിടെ ഇരിക്കുന്ന അപകടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ഇവരൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നത്? അപ്പോൾ ഈ കുട്ടികളൊക്കെ ഒരുപാട് പാഠങ്ങൾ ഇനിയും ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കളൊക്കെ അറിയാതെയും അവരുമായിട്ടൊക്കെ ഒന്നും പങ്കുവെക്കാതെയും ഇങ്ങനെയുള്ളൊരു ജീവിതം. അതുപോലെ ഇക്കാലത്ത് ധാരാളം ന്യൂക്ലിയർ ഫാമിലീസൊക്കെയാണ് പഴയ കാലത്തെ കൂട്ടുകുടുംബങ്ങളെക്കാളും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അവരുടേതായിട്ട് മുറികളും അവർ ആ മുറിക്കകത്ത് കഥ കടച്ചിരുന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നു. രക്ഷിതാക്കൾ എന്താണെന്ന് പോലും അറിയുന്നുമില്ല. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് പുറത്തോട്ട് വിളിക്കണമെങ്കിൽ മുറിയുടെ പുറത്ത് പല വീടുകളിലും ഈ അമ്മമാരൊക്കെ കാത്തു കെട്ടി നിന്ന് കതവിലൊക്കെ തട്ടി അവർ തുറക്കുന്നത് വരെ വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് ഈ കുട്ടികൾ പുറത്തോട്ട് തന്നെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഇവർ ഈ റൂമിനകത്തിരുന്ന് മൊബൈൽ ഫോണും ഒക്കെ കുത്തി എന്താണോ ചെയ്യുന്നതെന്ന് അറിയാനും പറ്റുന്നില്ല. ഈ 15 വയസ്സെന്നൊക്കെ പറയുന്നത് ഒരു പക്വത വരാത്ത ഒരു പ്രായമാണ്. അപ്പോൾ
പ്രത്യേകിച്ചും ഇങ്ങനത്തെ കുട്ടികളൊക്കെ മാതാപിതാക്കൾ ഇനിയും കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിക്കുകയും ഇവരുടെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ജാഗ്രത പാലിക്കുകയും ചെയ്യാതെ വേറെ ഒരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവം ഷെയർ ചെയ്യുന്നത് വഴി ഈ കാണുന്ന കുട്ടികളൊക്കെ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഇതൊക്കെ കണ്ടിട്ട് ഇതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുകയും അപകടങ്ങൾ കണ്ടാൽ ഭയപ്പെടാനും പഠിക്കണം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും ഇന്നത്തെ തലമുറയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങൾ ഈ സംഭവത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. തുടർന്ന് ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.